അദ്ദേഹം മനസ്സിൽ ധ്യാനിച്ചു. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരുവാൻ തന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തി. പീഡനങ്ങളിൽ പകരാതിരുന്ന അദ്ദേഹത്തെ വകവരുത്തുവാൻ രാജകൽപ്പന പ്രകാരം വിഷം കൊടുത്തു കൊല്ലുവാൻ അദ്ദേഹം തീരുമാനിച്ചു. വിഷമാണ് നിറഞ്ഞ അദ്ദേഹം കുരിശടയാളം കാണിച്ചതിനു ശേഷം പാലം ചെയ്തതിനാൽ കുരിശിന്റെ ശക്തിയാൽ വിഷത്തെ പോലും നിർവീര്യമാക്കി. അങ്ങനെ തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് എല്ലാം തന്മയായി മാറ്റുന്ന ക്രിസ്തുനാഥന് സാക്ഷ്യം വഹിക്കുവാൻ ഈ പുണ്യാത്മാവിനെ ദൈവം തിരഞ്ഞെടുത്തു. ഈ പുണ്യമനുഷ്യന്റെ ജീവിതത്തിൽ ആകർഷകനായി വളരെയധികം ഹൈന്ദവർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. ഇതിൽ അമർഷം പൂണ്ട രാജാവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തെ ഈ ഭൂമുഖത്തിൽ നിന്നില്ലാതാക്കുവാൻ ഭടന്മാരെ നിയോഗിച്ചു. അദ്ദേഹത്തെ കാറ്റാടി മലക്കാട്ടിൽ പാറക്കെട്ടുകൾക്കിടയിൽ ബന്ധനസ്ഥനാക്കുകയും വെടിവെച്ചു കൊല്ലുവാൻ ഉത്തരവിടുകയും ചെയ്തു. ഹൈന്ദവരായിരുന്നിട്ടും താൻ കണ്ടെത്തിയ വിധി അമൂല്യമാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവസഹായം പിള്ളയുടെ ആത്മാവ് വളരെയധികം യേശുവിനോടുകൂടെ സ്നേഹത്തിലും സന്തോഷത്തിലുമായി തീർന്നു. യേശുവിന്റെ ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനായി ദൈവം മാലാഖമാരെ നിയോഗിച്ചു. ദൈവസഹായം പിള്ളയുടെ ആത്മാവ് മാലാഖമാർക്ക് അത്യുന്നതന്റെ സന്നിധിയിൽ പ്രവേശിച്ചു. ക്രിസ്തു സ്വജീവൻ നൽകി സ്ഥാപിച്ച സഭയ്ക്ക് കരുത്ത് നൽകിയത് രക്തസാക്ഷികളുടെ ചുടുനിലമായിരുന്നു. മാത്രമല്ല, നമ്മുടെ ഭാരത സഭയ്ക്ക് അഭിമാനിക്കുവാൻ കേരളത്തിന്റെ സഹനപുത്രിയായ വിശുദ്ധ അൽഫോൻസാമയും പരിശുദ്ധിയുടെ പരിമളവും റോസാപ്പൂക്കളുടെ മനോഹാരിതയും നമുക്ക് സമ്മാനിച്ചുകൊണ്ട് എളിമയുടെ പര്യായമായി തീർന്ന പൈസയുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയും വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും പാതയിലേക്ക് നമ്മെ നയിക്കുവാൻ നമുക്ക് വേണ്ടി മാർഗസ്ഥം വഹിക്കുന്നു. വരും ഈ വിശ്വാസ വർഷത്തിന്റെ വെളിച്ചമുയർന്ന മക്കളായി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് ഒന്നുചേരാം. മറ്റുള്ളവർക്ക് വിശ്വാസം പകരുന്ന വെള്ളി വെളിച്ചമായി ഈ ഭൂമിയിൽ നമുക്ക് പ്രശോഭിക്കാം. ഈ വിശ്വാസ വർഷത്തിൽ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ക്രിസ്തുനാഥനെ അനുഗമിക്കുവാനായി തയ്യാറാകാം.